Hello, once again welcome back to Plus Lane. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങളോടൊപ്പം പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമായ എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകൾ തിരിച്ച് സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്യുമ്പോൾ തന്നെ വീഡിയോയിലേക്ക്. പൊളിറ്റിക്കൽ സയൻസിന്റെ ഫസ്റ്റ് പാർട്ട് പൊളിറ്റിക്സ് ഓഫ് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്. ഫസ്റ്റ് ചാപ്റ്റർ ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ടു നേഷൻ തിയറി. എന്താണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന് പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദ ചാലഞ്ചസ് ടു നേഷൻ ബിൽഡിംഗ് പ്രോസസ് ഇൻ ഇന്ത്യ. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് പാർട്ടീഷൻ വാസ് വെരി ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെന്റ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ് വാസ് പെയിൻഫുൾ. ബേസ്ഡ് ഓൺ ദിസ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പാർട്ടീഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. വിഭജന പ്രക്രിയ നടപ്പിലാക്കുക എന്നത് വളരെ പ്രയാസകരവും അതിന്റെ പ്രത്യാഘാതങ്ങൾ വേദനാജനകവുമായിരുന്നു. ഈ ഒരു പ്രസ്താവനയെ അടിസ്ഥാനപ്പെടുത്തി വിഭജന പ്രക്രിയയെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ചാപ്റ്റർ, ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആസ് എ സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കോയിലേഷൻ. സാമൂഹികവും ആശയപരമായ ഒരു കൂട്ടം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിലയിരുത്താൻ ചോദിച്ചിട്ടുണ്ട്, നന്നായി പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ചാലഞ്ചസ് ഇൻവോൾവ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആൻഡ് ഹൗ ദേ വെയർ ഓവർടേക്കൻ. സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്രവും സുതാര്യവുമായ ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം സ്ഥാപിക്കുന്നതിലുണ്ടായ വെല്ലുവിളികളും അവയെ എങ്ങനെ മറികടന്നുവെന്നും വിശദീകരിക്കുക, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, Indian National Congress established domination in the first 3 general elections in India. Evaluate the performance of Congress Party in 1952, 1957 and 1962 elections. ഇന്ത്യയിലെ ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആധിപത്യം പുലർത്തിയിരുന്നത്. എന്നാൽ 1952, 1957, 1962 എന്നീ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്ന് വിലയിരുത്താൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് ചാപ്റ്റർ, പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ് ബിഫോർ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, വൈ വി അഡോപ്റ്റഡ് മിക്സഡ് എക്കോണമി. സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്ന വികസന മാതൃകകൾ എന്തെല്ലാമായിരുന്നുവെന്നും എന്തുകൊണ്ടാണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചതെന്നും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഓപ്പറേഷൻ ഫ്ലഡ്. എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നും അറിഞ്ഞിരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് 5-year പ്ലാൻ വാസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഡിസ്കസ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്, ലിസ്റ്റ് ഔട്ട് ദ മേജർ ഔട്ട്കംസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5-year പ്ലാൻസ്. ഇന്ത്യയുടെ വ്യാവസായിക ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതി, അത് വിശദീകരിക്കുക. അതുപോലെ തന്നെ 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ഫലങ്ങൾ എന്തെല്ലാമായിരുന്നെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് തന്നെയാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി. ഇന്ത്യ ഈസ് അഗെയിൻസ്റ്റ് ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ആൻഡ് ഡിഡ് നോട്ട് സൈൻ NPT ആൻഡ് CTBT. വൈ? ഗിവ് റീസൺസ്. ഇന്ത്യയുടെ ആണവ നയം എന്താണെന്നും ആണവ വ്യാപനത്തിന് ഇന്ത്യ എതിരാണ് എന്നിട്ട് പോലും NPT, CTBT എന്നിവയിൽ ഇന്ത്യ ഒപ്പുവച്ചില്ല, എന്തുകൊണ്ടാണെന്നും പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസിക്വൻസ് ഓഫ് ഇൻഡോ ചൈന വാർ ഇൻ 1962 ആൻഡ് എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു ഇൻഡോ പാക് വാർ ഇൻ 1971 ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. 1962 ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ വിശദമാക്കുക. അതുപോലെ തന്നെ 1971 ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 3 മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഹ്റൂസ് ഫോറിൻ പോളിസി. നെഹ്റുവിന്റെ വിദേശ നയത്തിന്റെ 3 സുപ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നും പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ, ചാലഞ്ചസ് ടു ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് ദ കോൺഗ്രസ് സിസ്റ്റം.
ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ മേജർ ഇഷ്യൂസ് വിച്ച് ലെഡ് ടു ദ സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ് പാർട്ടി ഇൻ 1969. 1969 കോൺഗ്രസ് പാർട്ടി പിളരാനുണ്ടായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫോർത്ത് ജനറൽ ഇലക്ഷൻസ് ഇൻ 1967. 1967 4ാം പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ, ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് നാഷണൽ എമർജൻസി ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ ഓൺ 1975. 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നും അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ, റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ നർമ്മദ ബച്ചാവോ ആന്തോളൻ. അപ്പൊ എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നും അതുപോലെ ദലിത് പാമ്പേഴ്സ് മൂവ്മെന്റ് എന്താണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് അഡ്രസ്ഡ് ബൈ ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ പ്രസ്ഥാനം അഭിസംബോധന ചെയ്ത സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, ദ ആന്റി അറേക്ക് മൂവ്മെന്റ് വാസ് ഓൾസോ എ വുമൺ മൂവ്മെന്റ്. വൈ? ചാരായ വിരുദ്ധ പ്രസ്ഥാനം ഒരു വനിതാ മുന്നേറ്റം കൂടിയായിരുന്നു. എന്തുകൊണ്ടായിരുന്നു എന്ന് പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ, റീജിയണൽ ആസ്പിറേഷൻസ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കാശ്മീർ ഇഷ്യൂ, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഡിസ്പ്യൂട്ട്സ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീരിലെ വൈദേശികവും ആഭ്യന്തരവുമായ തർക്കങ്ങൾ എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഷ്യൂസ് ഓഫ് റീജിയണൽ ആസ്പിറേഷൻസ് ആർ വേരിഡ് ആൻഡ് കോംപ്ലക്സ് ഇൻ ദ പൊളിറ്റിക്സ് ഓഫ് നോർത്ത് ഈസ്റ്റ്. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഇഷ്യൂസ് ഓഫ് നോർത്ത് ഈസ്റ്റ് റീജിയൻ. വടക്ക് കിഴക്കൻ രാഷ്ട്രീയത്തിലെ പ്രാദേശിക അഭിലാഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വൈവിധ്യവും സങ്കീർണവുമാണ്. അങ്ങനെയെങ്കിൽ വടക്ക് കിഴക്കൻ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ, റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ആഫ്റ്റർ 1989 വിറ്റ്നസ്ഡ് 5 ഡെവലപ്മെന്റ്സ് വിച്ച് ഹാസ് ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ അവർ പൊളിറ്റിക്സ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. 1989 ശേഷം ഇന്ത്യ സാക്ഷ്യം വഹിച്ച 5 വികസനങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദീർഘകാലം സ്വാധീനം ചെലുത്തി. വിശദീകരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇംപ്ലിമെന്റഡ് ബൈ VP Singh ഗവൺമെന്റ് വാസ് ആസ് ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്ക് ഇൻ ദ പൊളിറ്റിക്കൽ റൈസ് ഓഫ് അതർ ബാക്ക്വേർഡ് ക്ലാസസ്. ഫൈൻഡ് ഔട്ട് ദ ഇമ്പോർട്ടന്റ് റെക്കമെൻഡേഷൻസ് ഓഫ് ദ റിപ്പോർട്ട്. VP Singh ഗവൺമെന്റ് നടപ്പിലാക്കിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ നാഴികക്കല്ലായിരുന്നു. അപ്പൊ ഈ ഒരു റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസിന്റെ സെക്കൻഡ് പാർട്ട്, കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്. ഫസ്റ്റ് ചാപ്റ്റർ, കോൾഡ് വാർ ഇറ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ക്യൂബൻ മിസൈൽ ക്രൈസിസ്. എന്താണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ നോൺ അലൈൻഡ് മൂവ്മെന്റ്. എന്താണ് ചേരിചേരാ പ്രസ്ഥാനമെന്നും പഠിക്കുക. സെക്കൻഡ് ചാപ്റ്റർ, ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രേസ് ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഡിസഇന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. പൊളിറ്റിക്കൽ കോസസ്, എക്കണോമിക് കോസസ്, എമർജൻസ് ഓഫ് നാഷണലിസം ഇൻ റിപ്പബ്ലിക്സ്, റിഫോംസ് ഓഫ് ഗോർബച്ചേവ്. സോവിയറ്റ് യൂണിയന്റെ പതനത്തിനുള്ള കാരണങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിശദീകരിക്കുക. അതുപോലെ തന്നെ അതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ, സാമ്പത്തിക കാരണങ്ങൾ, റിപ്പബ്ലിക്കുകളിൽ ഉണ്ടായ ദേശീയതയുടെ വളർച്ച, ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങൾ തുടങ്ങിയവയൊക്കെ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഷോക്ക് തെറാപ്പി? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇറ്റ്സ് കോൺസിക്വൻസ്. എന്താണ് ഷോക്ക് തെറാപ്പി എന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്നും പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ, US ഹെജിമണി ഇൻ വേൾഡ് പൊളിറ്റിക്സ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്, ആഫ്റ്റർ ദ കോൾഡ് വാർ USA dominates all spheres of international politics. Discuss the hegemonic power and explain 3 areas of hegemony. ശീതയുദ്ധത്തിന് ശേഷം അമേരിക്ക ലോക രാഷ്ട്രീയത്തിന്റെ എല്ലാ മേഖലകളിലും മേധാവിത്വം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ മേധാവിത്വം എന്താണെന്നും മേധാവിത്വത്തിന്റെ 3 മേഖലകൾ എന്തെല്ലാമാണെന്നും വിശദീകരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ,
കണ്ടംപററി സെന്റേഴ്സ് ഓഫ് പവർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് മിലിറ്ററി ഇൻഫ്ലുവൻസസ് ഓഫ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയന്റെ രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായുള്ള സ്വാധീനം എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ചൈനീസ് എക്കോണമി ഹാസ് അണ്ടർഗോൺ സെവറൽ ട്രാൻസ്ഫോർമേഷൻ. Identify the developmental strategy adopted by China and explain how it helped to become an alternative center of power. ചൈനയുടെ സമ്പദ്ഘടന നിരവധി പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ചൈന സ്വീകരിച്ച വികസന തന്ത്രങ്ങൾ കണ്ടെത്തി അത് എങ്ങനെ ചൈനീയ അധികാരത്തിന്റെ ബദൽ കേന്ദ്രമാക്കി മാറ്റുന്നതിന് സഹായിച്ചു എന്ന് വിശദീകരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, ASEAN is one of the prominent regional organizations in Southeast Asia. Name the 3 pillars and main objectives of ASEAN. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രധാന പ്രാദേശിക സംഘടനയാണ് ASEAN. അപ്പൊ അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ, കണ്ടംപററി സൗത്ത് ഏഷ്യ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ റോൾ ഓഫ് സാർക്ക് ആസ് എ ഫോറം ഫോർ ഫെസിലിറ്റേറ്റിംഗ് കോഓപ്പറേഷൻ എമംഗ് ദ സൗത്ത് ഏഷ്യൻ കൺട്രീസ് ആൻഡ് ഐഡന്റിഫൈ ഇറ്റ്സ് ലിമിറ്റേഷൻസ്. തെക്കേ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം പരിപോഷിപ്പിക്കുന്ന സംഘടന എന്ന നിലയിൽ സാർക്ക് വഹിക്കുന്ന പങ്കും അതിന്റെ പരിമിതികളും എന്തെല്ലാമാണെന്നും പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദ എത്നിക് കോൺഫ്ലിക്ട് ഇൻ ശ്രീലങ്ക. ശ്രീലങ്കയിലെ വംശീയ സംഘർഷങ്ങളെക്കുറിച്ചും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, പാകിസ്ഥാൻ ഈസ് നോട്ട് എ സ്റ്റേബിൾ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഫെയിലിയർ ഓഫ് പാകിസ്ഥാൻ ഇൻ ബിൽഡിംഗ് എ സ്റ്റേബിൾ ഡെമോക്രാസി? India-Pakistan relations are more conflicting than cooperation. Explain the main conflicting areas in India-Pakistan relations. പാകിസ്ഥാൻ ഒരു സുസ്ഥിര ജനാധിപത്യ രാഷ്ട്രമല്ല. സുസ്ഥിരമായ ജനാധിപത്യ സംവിധാനം പടുത്തുയർത്തുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പരസ്പര ബന്ധം സഹകരണത്തെക്കാൾ ഉപരി സംഘർഷം നിറഞ്ഞതാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ സംഘർഷ മേഖലകൾ എന്തെല്ലാമാണെന്നും വിശദമാക്കാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഹൗ ഡു യു സപ്പോർട്ട് ഇന്ത്യസ് കാൻഡിഡേച്ചർ ഫോർ പെർമനന്റ് മെമ്പർഷിപ്പ് ഇൻ ദ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് UNO? ജസ്റ്റിഫൈ യുവർ ആർഗ്യുമെന്റ്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം ലഭിക്കണമെന്ന വാദത്തെ ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ പിന്തുണയ്ക്കുന്നു എന്നും പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ പ്രപ്പോസ്ഡ് റിഫോംസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് പ്രോസസ് ഓഫ് UNO. UNOയുടെ ഘടനാപരമായ നവീകരണത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ, സെക്യൂരിറ്റി ഇൻ ദ കണ്ടംപററി വേൾഡ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ എനി 5 ന്യൂ സോഴ്സസ് ഓഫ് ഗ്ലോബൽ സെക്യൂരിറ്റി ത്രെറ്റ്സ്. വാട്ട് ആർ ദ 3 കമ്പോണൻസ് ഓഫ് ഇന്ത്യസ് സെക്യൂരിറ്റി സ്ട്രാറ്റജി? ആഗോള സുരക്ഷാ ഭീഷണിക്കുള്ള ഏതെങ്കിലും 5 പുതിയ ഉറവിടങ്ങളെ കുറിച്ചും പഠിക്കണം. കൂടാതെ ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങളുടെ 3 പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കുക, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ, എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. പൊതുവായതും എന്നാൽ വ്യത്യസ്തമായ ഉത്തരവാദിത്തം എന്ന ആശയത്തെക്കുറിച്ച് വിവരിക്കാൻ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഔട്ട്കംസ് ഓഫ് റിയോ സബ്മിറ്റ്. റിയോ ഉച്ചകോടിയുടെ പ്രാധാന്യം എന്താണെന്നും അതിന്റെ ഫലങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ, ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷനിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലോബലൈസേഷൻ ഹാസ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ കോൺസിക്വൻസസ്. ഇല്ലുസ്ട്രേറ്റ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്. ആഗോളവൽക്കരണത്തിന് രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ പരിണിത ഫലങ്ങളുണ്ട്. മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന തെളിയിക്കാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഹാസ് ഗ്ലോബലൈസേഷൻ ഇമ്പാക്റ്റഡ് ഓൺ ഇന്ത്യ ആൻഡ് ഹൗ ഈസ് ഇന്ത്യ ഇൻ ടേൺ ഇമ്പാക്ടിങ് ഓൺ ഗ്ലോബലൈസേഷൻ? ആഗോളവൽക്കരണം ഇന്ത്യയെ എങ്ങനെ സ്വാധീനിച്ചു എന്നും ആഗോളവൽക്കരണത്തെ ഇന്ത്യ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും പഠിച്ചിരിക്കുക. ഇതും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു +2 പൊളിറ്റിക്കൽ സയൻസിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചൂട് ഡിസ്ക്രിപ്ഷനിലോ അത് കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാനാണ്.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.